എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ നമ്മുടെ അവലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല കറുമുറ എന്നുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ. പുറം ഭാഗമൊക്കെയാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ്, ഉള്ളൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ വൈകുന്നേരം ചായക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചുമന്ന കട്ടിയുള്ള അവലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് അവലാണെങ്കിലും കുഴപ്പമില്ല. വെള്ള അവലോ അതേപോലെ തന്നെ തീരെ കനം കുറഞ്ഞ അവലോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു 2 തവണ ഒന്ന് കഴുകി അതിനകത്ത് ആ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇനി വെള്ളം ഒഴിച്ച് കുതിരൊന്നും വേണ്ട. അത് അവിടെ ഇരുന്ന് തനിയെ ഒന്നുകൂടെ കുതിർന്ന് വന്നോളൂ. എന്താണെങ്കിലും നമ്മളൊന്ന് നനച്ചെടുത്തതാണല്ലോ. അപ്പോൾ അത് തനിയെ ഒന്നുകൂടെ കുതിർന്ന് വന്നോളൂ. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാവേ. പിന്നെ അത് ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഉള്ളിൽ വെക്കുന്ന നല്ലൊരു മസാല ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകമല്ല, നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതാട്ടോ എടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും മീഡിയം സൈസുള്ള ഒരു സവാള ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തും കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ശരിക്കും ആ സവാളയുടെയൊക്കെ ആണെങ്കിലും പച്ചമണം നന്നായിട്ടൊന്ന് മാറി ഇതേപോലെ ഒന്നിങ്ങോട്ട് വാടി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതാണോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഇതേപോലെ തീരെ കനം കുറച്ചിട്ട് ഒന്നിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് മാത്രമല്ല നമുക്ക് ഇതിനകത്തേക്ക് ബീട്രൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീൻസോ ക്യാബേജോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വേവിച്ച് 2 ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഉടച്ചിട്ടും കൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ക്യാരറ്റിൻ്റെയും അതേപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് പതുക്കെ മാറി വന്നപ്പോഴാട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തത്. പൊടികളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരേ 1 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ആ പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് ശരിക്കും ഒന്നും കൂടി ചൂട് കയറി വരണം. ഈ സമയത്തൊക്കെയും ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയൊരു പിടി മല്ലിയിലയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ച് ശരിക്കും ഒന്നും കൂടി ചൂട് കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. കണ്ടോ, ഇത് മതി. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മാറ്റി ആ വലിയ ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈവച്ച് ആ വലിയ ചൂടാറുന്നതിന് മുമ്പേ തന്നെ നന്നായിട്ട് നമ്മുടെ അവലും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സുമായിട്ട് ഇതേപോലെ ശരിക്കും ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ അവലിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്സിൻ്റെ മിക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഷേപ്പിലാട്ടോ ഇങ്ങനെ എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ബോൾസ് പോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്താലും മതിയാവും. ഒരുപാട് കനത്തിലൊന്നും ആവണ്ട, ഈ ഒരു വലിപ്പത്തിൽ മാത്രം മതി കേട്ടോ. കണ്ടതാ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ മറ്റൊന്നുമില്ല, നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് ഓയിലിലേക്ക് ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കോട്ട് ചെയ്യാനായിട്ട് ഒരു 1/2 കപ്പ് മൈദയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കുറച്ച് വെള്ളം ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് കട്ടിയില്ല, എന്നാൽ തീരെ ഞങ്ങൾ ലൂസുമായിട്ടല്ല ഇരിക്കുന്നത്. ഇനിയിപ്പോൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ സേമിയാണ്. ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ കുനാഫയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സേമിയ ഉണ്ടല്ലോ, തീരെ തിന്നായിട്ടുള്ളത്, അത് വേണം എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫ്ലെക്സോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇപ്പം നമ്മുടെ മൈദയുടെ മിക്സിലും അതിനുശേഷം നമ്മുടെ ഈ സേമിയയുടെ കോട്ടിങ്ങിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ സ്നാക്സിൻ്റെ മിക്സും ഇതേപോലെ മൈദയിലും അതേപോലെ തന്നെ നമ്മുടെ സേമിയയിലും നന്നായിട്ട് തന്നെ ഒന്നും കൂടി കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതാണ്. അതിനുശേഷം ഇതേപോലെ ഓരോന്ന് അങ്ങ് വെച്ച് കൊടുക്കാവേ. ഗ്യാസ് ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറംഭാഗമൊക്കെയാണെങ്കിൽ നന്നായിട്ട് അങ്ങനെ മുരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി, ലോ ഫ്ലെയിമിലും വെക്കണ്ട കേട്ടോ. ഇതേപോലെ ഒരു വശമൊക്കെ ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 വശത്ത് കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ കോരിയെടുത്ത് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അത് മാത്രമല്ല, കഴിക്കാൻ നേരത്ത് ഒരുപാട് അങ്ങോട്ട് തണുത്തൊന്നും പോകാതെ ചൂടോടുകൂടി നല്ലൊരു ചൂട് ചായയുടെയും അതേപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെയോ ചില്ലി സോസിൻ്റെയോ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്.
വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റ് നിറയെ നല്ല അടിപൊളി സ്നാക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേറെയും ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.